അപ്പോൾ വീണ്ടും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ബാക്കി കഥകളായിട്ട് പോവാം. അപ്പോൾ ഞാൻ വീടെത്തിയില്ല കേട്ടോ, എത്തുന്നേ ഉള്ളൂ. ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് നിർത്തിയത് ഞാൻ മടുത്തു കേട്ടോ, വീഡിയോ എടുക്കലവിടെ നിർത്തി. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ബസ്സിലിരുന്ന് വരുന്നതും പോണതും ഒക്കെ ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പം നമ്മളിവിടെ തുരങ്കം എത്തിയിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പേ ഞാൻ അവിടെ നിന്ന് വീഡിയോ നിർത്തിയായിരുന്നു. പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പം നമ്മളിപ്പോൾ തുരങ്കത്തിൻ്റെ അകത്ത് കൂടെ പോവുകയാണ് ഗായ്സ്. അങ്ങനെ തുരങ്കം കഴിഞ്ഞു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണിത്. നല്ല രസമുണ്ടല്ലോ കാണാൻ. തുരങ്കത്തിൽ നിന്ന് ഇറങ്ങി എന്നെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് കാണാം. അപ്പോൾ ഞങ്ങൾ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. പിന്നെ കറക്റ്റ് സമയത്താണ് ഞാൻ വീട്ടിലെത്തിയത് കേട്ടോ, ബാങ്കിലോട്ട് അവരെല്ലാം പോകേണ്ട സമയത്ത്. അപ്പോൾ ഞാൻ ആലത്തൂർ എത്തി, അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. ഇവിടെ നമ്മുടെ ആലത്തൂരും സൗദി ജംഗ്ഷൻ്റെ അവിടെയാണ് നമ്മൾ ഇറക്കുക. അവിടെയും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ പിടിച്ചില്ല. ഇതേ ഈ കടയിൽ വന്നിട്ട് ഒരു സർവത്ത് കുടിച്ചിട്ട് ഓട്ടോ പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്ന് ഞാനും ഞാഫിയും കൂടെ ഒരു സർവത്ത് പറഞ്ഞു, ഒരു സോഡ സർവത്ത്, ഒരു സാധ സർവത്ത്. അതിൻ്റെ ഇടയിൽ ഒരു ലോട്ടറി വെക്കുന്നത് കണ്ടപ്പോൾ അതിനൊരു 2 ലോട്ടറി ഞാൻ എടുത്തു കേട്ടോ. ഇപ്പം സർവത്തിൽ ഭയങ്കര മധുരം. അതും കുടിച്ച് ഞങ്ങൾ ആ ഓട്ടോ സ്റ്റാൻഡ് പാസ് ചെയ്ത് വന്നതുകൊണ്ട് ഇനി ഞങ്ങളുടെ ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, അതിൻ്റെ അകത്ത് തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. അതൊന്ന് പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അവിടുത്തെ ക്രസൻറ്റ് ഹോസ്പിറ്റലാണ് കേട്ടത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ അതുകൊണ്ട് അവിടെ കണ്ടോ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സർവത്ത് പിടിച്ച് ഇവിടെ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ. അവിടെ നിന്ന് നടന്നു വന്നു. ഇവിടെ നിന്ന് ഓട്ടോ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട്, അവിടെ നിന്ന് ഓട്ടോ പിടിക്കുകയാണെങ്കിൽ വീണ്ടും തിരിച്ച് ബാക്കിലോട്ട് നടക്കണം. അപ്പോൾ അത് വേണ്ടല്ലോ, മുമ്പിലോട്ട് നടന്നാൽ പോരെ. അങ്ങനെ ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ച് ഞങ്ങൾ ഓട്ടോ കയറി ഇനി എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ വന്ന് സർവത്തൊക്കെ കുടിച്ചപ്പോൾ ചെറിയൊരു ആശ്വാസമൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇനി വീട്ടിലോട്ട് പോകാം. അങ്ങനെ ഇവിടെ നിറയെ കണ്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പുഴപ്പാലമാണ് കേട്ടോ, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പുഴപ്പാലമാണ്. അത് എന്താണ് ജലനിധിയുടെ മറ്റേ സംഭവമാണ് കേട്ടോ. നല്ല പച്ചപ്പ്, ആഹാ. ഇതെന്താ ഇടയ്ക്ക് പറ്റിയെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്താ ഇടയ്ക്ക് പറ്റിയെന്ന് കേട്ടോ. തലകീഴായിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നത്. എന്താണാവോ ഇങ്ങനെ ഓടിച്ച എന്തോ സംഭവിച്ചിട്ടോ അവിടെ നിന്ന്. എന്താണ് ഗൈസ് പറ്റിയത്? അയ്യോ, ഇത് എൻ്റെ തല തിരിഞ്ഞതാണോ ഫോണിൻ്റെ തല തിരിഞ്ഞാണോ ഒരു കൊടുത്തുമില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പൈസ ബാഗിൽ നിന്ന് എടുക്കുമ്പോൾ ഫോൺ ചെരിഞ്ഞാണെന്ന് തോന്നുന്നു കേട്ടോ. സംഭവം ഞാൻ തന്നെ വീഡിയോ എടുക്കണതൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഇനി എൻ്റെ വീട്ടിലേക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടത്. ഈ വീട് 2-3 വീട് കഴിഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ അതോടെ ഇപ്പത്തും ഇതേ കാണുന്നതാണ് കേട്ടോ എനിക്ക് പണിത വീട്. നമ്മുടെ വീട് റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ. അതിന് തൊട്ടുള്ളതാണ് എൻ്റെ വീട്. വീട്ടിൻ്റെ ഫ്രണ്ട് വശം ആ ഭാഗമായിട്ട് കാണില്ല. ഫ്രണ്ട് വശത്ത് കടയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ
അപ്പോൾ ഉമ്മ ഒന്ന് ബാങ്കിൽ പോകാനായിട്ട് കടയൊക്കെ നേരത്തെ അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. ചായ ഓഫാക്കിയിട്ടില്ല, ഭാഗ്യം, ചായ കുടിക്കാമല്ലോ. ഉമ്മ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കയറി ഇനി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകുക, നേരെ പോവുക ബാങ്കിലോട്ട്. അപ്പോഴത്തേക്കും അടിപൊളി. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടെ തിരിക്കുകയും ചെയ്തു. പിന്നെ ബാങ്കിൽ പോണതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഫോണ് ചാർജില്ലായിരുന്നു. ഇവിടെ കുത്തിയിട്ടാണ് ഞങ്ങൾ ബാങ്കിലോട്ട് പോയത്. അപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ ബാങ്കിൽ പോയി തിരിച്ച് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് വീണ്ടും തൊടുവഴിക്ക് തിരിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. 5:30 സമയമൊക്കെ ആയി. അപ്പോൾ എനിക്ക് ഇന്ന് പോയേ പറ്റുള്ളൂ. എന്താ വെച്ചാൽ ബാക്കി 3 വീട്ടിലാണ്. അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി അപ്പോൾ തന്നെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കാലത്ത് വന്നാൽ മതി, പോയാൽ മതി എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ എന്താ പറഞ്ഞാൽ കാലത്ത് പിള്ളേരെ സ്കൂളിൽ വിടുമ്പോൾ വലിയ ബുദ്ധിമുട്ടാവും കാക്ക്. അപ്പോൾ എനിക്ക് നല്ല തലവേദന ഉണ്ട് കേട്ടോ. ഞാൻ ഉമ്മാൻ്റെ ഒരു പെയിൻ കില്ലറൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് കയറിയത്. പിന്നെ ഞാഫിക്ക് പിന്നെ എപ്പോഴും ഉള്ളതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കരച്ചിലും പിഴിച്ചിലൊക്കെ. അവന് ഭയങ്കര സങ്കടമാണ് കേട്ടോ, എപ്പോൾ വന്നിട്ട് പോയാലും ഉമ്മമാനെ കെട്ടിപ്പിടിച്ച് കരയും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണോണ്ട് ഒന്ന് മാറി മാറി നിൽക്കുകയാണ്, കണ്ണൊക്കെ തുടച്ചിട്ട്, പാവം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ബസ് കയറണമെന്നും എടുത്തില്ല കേട്ടോ, മടുത്തുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ എത്തി. ഇവിടെ സമയം ഒരുപാടായിട്ട് ഇരുട്ടി, രാത്രിയായി. ഇനി ഇവിടെ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ ബസ് കയറി അവിടെ നിന്ന് മൂവാറ്റുപുഴ വന്നു കേട്ടോ. മൂവാറ്റുപുഴ എത്തിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബസ് തൊടുവഴിക്കുള്ള ബസ് കുറവായിരുന്നു. ഈ ഒരു അരമണിക്കൂറായി ഇവിടെ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നേ ഉള്ളൂ. ഇനി ബസ് എപ്പോൾ കിട്ടി കയറുമെന്ന് അറിയില്ല. അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.